ഇപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന വാർത്ത നോക്കും. CPM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വലിയ ക്രമക്കേടാണ്. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ മുക്കുപണ്ടം പണയം വെച്ച് 45 ലക്ഷം രൂപയാണ് തട്ടിയത്. ബാങ്ക് നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ടം കണ്ടെത്തി. ഗോകുൽ VS ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, എങ്ങനെയാണ് ഈ ക്രമക്കേട് നടത്തിയത് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ടോ? ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത്. മുക്കുവണ്ണം പണയം വെച്ച് 45 ലക്ഷം രൂപയാണ് വിവിധ കാലയളവിൽ ഇയാൾ തട്ടിയത്. ഇത് ബാങ്ക് സംശയം തോന്നുകയും പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ബാങ്ക് മാനേജർ ഈ തട്ടിപ്പ് കണ്ടെത്തുന്നതും പിന്നീട് പോലീസിൽ പരാതി നൽകുന്നതും. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് മോഹനകൃഷ്ണൻ മാത്രമല്ല, മോഹനകൃഷ്ണന്റെ സഹോദരിയും കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവിയും ഭർത്താവും CPM തേൻകുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV വാസുദേവനും ചേർന്ന് ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരുടെയും മകനായ വിവേകും ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി. അങ്ങനെ ഒരു കുടുംബപരമായി തന്നെ ഈ സീനിയർ അക്കൗണ്ടന്റും അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഒറ്റപ്പാലം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. ഈ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സീനിയർ അക്കൗണ്ടന്റിനെ ബാങ്കിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, മറ്റു നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഏകദേശം 45 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇത്തരത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് കൈക്കലാക്കിയത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.